ഹായ് ഫ്രണ്ട്സ്, മൂന്നാറിൽ ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര മഴയാണ്. തണുപ്പും കൂടെ ആയതിനാൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചൂടായിട്ട് കഴിക്കാൻ തോന്നിയേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇച്ചിരി ഉഴുന്ന് നനയാനിട്ടിരുന്നേ. അപ്പോൾ ഉഴുന്ന് വെള്ളമില്ലാതെ അരച്ചെടുത്ത്, എന്നിട്ട് അതിനകത്ത് ഇച്ചിരി കുരുമുളക്, ഉള്ളി, പച്ചമുളക്, പിന്നെ കരിവേപ്പില, കുറച്ച് പെരുങ്കായം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ടോ ഉഴുന്നവട ഞാൻ ട്രൈ ചെയ്യുന്നത്. വെള്ളമില്ലാതെ അരച്ചെടുക്കണമെന്ന് മാത്രം നന്നായിട്ട് അറിയാം. അപ്പം നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഇച്ചിരി ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് മാവ് മാറ്റിയെടുത്തേ. എന്നിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇടേണ്ടത്. അപ്പോൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി ചെറുതായിട്ട് മാവൊന്ന് ഇങ്ങനെ ഇട്ട് നോക്കിയാൽ മതി. ശേഷം നമ്മൾ ഇച്ചിരി മാവ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് തുളയിട്ടൊക്കെ ആയിട്ട് ഇടണ്ടേ. ഞാനിങ്ങനെയൊക്കെയോ ഇട്ടു. പക്ഷെ ആദ്യത്തെ വടയിൽ തുള വന്നില്ലേ. പിന്നെ രണ്ടാമത്തെ മാവിൽ പിന്നെയും കൂടെ ട്രൈ ചെയ്ത് ഞാൻ ഇട്ടായിരുന്നു. പിന്നെ ശേഷം തുള വന്നു കേട്ടോ. വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ തവണ ട്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. മൂന്നാറിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, തണുപ്പ് സമയം അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. എന്നാൽ ചൂടായിട്ട് വീട്ടിലുണ്ടെങ്കിൽ ചൂടായിട്ട് ഇതുപോലെ കഴിക്കാൻ തോന്നുവേ. എനിക്ക് ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നേ. നേരത്തെയൊക്കെ ആണെങ്കിൽ വീട്ടിൽ മമ്മി എപ്പോഴും ഇതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കിത്തരും. അപ്പം അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളേ, അല്ലാതെ ഞാൻ യൂട്യൂബൊന്നും നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഇതിനേക്കാൾ വേറെ രീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കമൻറ്റിൽ ഇടണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉഴുന്നുവട വന്നത്. അപ്പോൾ എന്നാൽ ടാറ്റാ ബൈ ബൈ, എല്ലാവർക്കും നാളെ കാണാം.